വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പുസ്തകമുണ്ട്. വിൽ ഫോർ മീനിങ്, അല്ലെങ്കിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഇതിൻ്റെ പേരാണ് ലോഗോതെറാപ്പി. കാരണം അദ്ദേഹം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസി തടവറയിൽ ഓഷ്വിറ്റ്സിൽ കിടന്നയാളാണ്. അപ്പം അദ്ദേഹം പലരെ ഒബ്സർവ് ചെയ്തു. പലരും വളരെ ശക്തിയുള്ളവർ, ഭയങ്കര ശക്തിയുള്ളവരൊന്നും തന്നെ, ശക്തിയുള്ളവരും ഭയങ്കര ബുദ്ധിയുള്ളവരും ആരും ഒന്നും സർവൈവ് ചെയ്തില്ല. അവരിൽ സർവൈവ് ചെയ്തവരിൽ പലർക്കും അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം, അവർക്കെല്ലാം ഒരു ചെറിയ പർപ്പസ് ഉണ്ടായിരുന്നു. ഒരു മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. പേർപ്പസ് ഇല്ലായിരുന്നു. അതായത് ഈ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അമ്മയെ കാണണം, അല്ലെങ്കിൽ സഹോദരനെ കാണണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുള്ളവർ മാത്രമേ ഈ ഓഷ്വിറ്റ്സിലെ ഈ നാസി തടവറയിലെ പീഡനങ്ങൾ അനുഭവിച്ച് അത് സർവൈവ് ചെയ്ത് വീണ്ടും ജീവിതത്തിൽ തിരിച്ചു വന്നുള്ളൂ. അതിലൊരാളാണ് ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, താൻ കണ്ടുപിടിച്ച ഈ ആശയങ്ങൾ ലോകത്തോട് പറയണം, ഒരു ബുക്ക് എഴുതണമെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഈ പുസ്തകം എഴുതുകയും അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള, ഇന്നും വളരെ വായിക്കപ്പെടുന്ന ഒരു തെറാപ്പിയായി, ലോഗോതെറാപ്പി അറിയപ്പെടുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരു പർപ്പസ്, ഒരു ജീവിക്കുന്നതിന് വേണ്ടി ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ, നാളേക്ക് വേണ്ടി ജീവിക്കുന്നതിന് ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ, അത് എന്തൊരു പാഷനാകാം. ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് ടു ലീവ് ഫോർ, അതൊരു ഡ്രീമാകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എനിക്കാകെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹമുണ്ട്, ഒരു പുസ്തകം എഴുതിയിട്ട് മരിക്കണം. ഞാനും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ മറ്റു പല ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു പുസ്തകം എഴുതണം. പക്ഷേ ഓൾറെഡി ഞാൻ 10-31 പുസ്തകങ്ങൾ കിൻഡിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു നല്ലൊരു പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ ഒരു ലെഗസി വിശേഷിപ്പിച്ച് ലോകത്ത് നിന്ന് പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ചിന്താവിഷി ഇതാണ്. നമുക്കെല്ലാവർക്കും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ടായിരിക്കട്ടെ, ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ, ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ. ആ ലക്ഷ്യമുണ്ടാകുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അതല്ല, നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ശക്തി നമുക്കുണ്ടാകും.